പാടില്ല കേട്ടോ. സാധനം എവിടെ അത്? ആ സാധനം ഈ ഇത് കളയണം തടയങ്ങനെ തിന്നോളാണെങ്കിൽ അങ്ങനെ നമ്മളാട്ടോ. ചെമ്പട്ടിക്ക് ചാടിയ ഞാൻ കൂട്ടി അല്ലാതെ നെയ്യ് പുറപ്പെടാൻ കാത്തൊക്കെയാണ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇങ്ങനെ എന്തോ കുരുമാനത് എന്തോ പടവട്ടോ എന്തോ പരിപാടിക്ക് പോകുന്നുണ്ട്. ഉരുളി സാധനത്തൊക്കെയാണ് വരവ്. ഉരുളി എന്താ വെച്ചാൽ നമുക്ക് ലേഹ്യം ഉണ്ടാക്കുന്ന പരിപാടിയാണെന്ന് രാവിലെ തന്നെ പണിക്ക് പോയപ്പോ ആദ്യമായിട്ട് വരാൻ പറഞ്ഞ നമ്മുടെ കൊണ്ടുവന്ന വെച്ചോളി. നല്ല കാണണ്ടില്ലേ സാധനം? ഇതിന് ചെറുതില്ലല്ലേ? കരി ഉണ്ടോ? അമ്മ കരിയായി. ആ അവിടെ അവിടെ വെച്ചളി. അമ്മ വാങ്ങിക്കളി. നല്ല കാണണ്ടല്ലേ അമ്മ? അമ്മായി പറഞ്ഞപ്പോ വരും. ഉള്ളി തോളിച്ചാനും ഒക്കെ ഉണ്ട്. ഇത്രയും വലുതാ? കേട്ടിയെടുത്തല്ലേടാ കുട്ടീനെ പോലെ നേരം വൈകില്ലേ? ആള് രാവിലെ പണിക്കോ ഇന്നലത്തെ പരിപാടിക്കൊന്നും ആള് ഇവിടെ ഇല്ലേ? അപ്പൊ ഇക്കോളി. ഇന്നത്തെ പരിപാടി ഇവിടെ കൊറേ ഉള്ളിയോലിയൊക്കെ കണ്ട് എല്ലാരും വിചാരിച്ചും ബിരിയാണി പരിപാടിയാണ്. അല്ലേ ബിരിയാണി അല്ല പിന്നെന്താ? പെട്ടെടുക്കുമ്പോ മാണോലോ. എപ്പോഴും തിന്നാം. അപ്പൊ ഇത്രയും ഉള്ളി തൊളിച്ച് വെച്ചിരിക്കണ. ഈ ബക്കറ്റിൽ ഉള്ളി തൊളിച്ചാൻ കിടക്കുകയാണ്. മമ്മിയുണ്ട് തൊളിച്ചാൻ. എല്ലാരും കൂടെ തൊളിച്ച പണി കഴിയുമ്പോ ആരും തൊളിച്ചു കൊടുക്കുക. ആ അതിന് രാവിലെ തന്നെ വലിയ ഉരുളി സാധനമൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചിക്കണ്. ആ വൈകുന്നേരം രാവിലെ അത് കൊണ്ടുവന്ന് പോയതാ. ഇതാ മയ എത്ര നേരം ഉണ്ടാകും ഇത് പരിപാടി? അടുപ്പത്ത് ഇളക്കൽ തന്നെ ഉണ്ട് 2 മണിക്കൂർ. ചിലപ്പോ 2 മണിക്കൂറിന് മുന്നാകും. ഇത് കുറച്ചുള്ളെങ്കിൽ കുറച്ച് നേരാവും. തീയന്റെ മട്ട അങ്ങനെ അതുപോലെ ഉണ്ടാവും വേവ്. വറുക് നല്ല കത്തണല്ലേ? നല്ല കത്തണം. പാളി കത്തും വേണ്ട. അതിന്റെ മേലെന്തേയും വെക്കണം. കല്ലെന്തേയും കിട്ടണം. പൊന്തിച്ചേക്കണല്ലേ ഉരുളി? വലിയ ഉരുളിയാ. നമ്മടെ കാരക്ക കേക്കി കൊടുക്കണം. ഞാൻ ഇതിന്റെ കുരു ഇതൊക്കെ സെപ്പറേറ്റ് ആക്കട്ടെ. നിങ്ങളെന്താ കൊടുക്കുന്നത്? പൊറാട്ടയും കറിയോ? കായങ്ങുമ്പോ ഇരുന്ന് തിന്നാനാ? ഞങ്ങക്ക് പൈച്ചൂലേ. ഓ പൈച്ചണീന് പൊറാട്ടയും കറിയൊക്കെ കൊടുക്കണ്. പൈച്ചലവൊക്കെ കൊണ്ടുവന്ന് മാമ എന്താ നിങ്ങക്ക് പറയാല്ലേ? എന്താ പറയാല്ലേ നിങ്ങളോട്? ബിരിയാണിയൊക്കെ വണ്ടി ആവട്ടെ. വണ്ടിയൊക്കെ എടുത്തല്ല അപ്പൊ ബിരിയാണിയൊക്കെ ഉണ്ടാവുന്ന കാരക്കന്റെ കുരു എടുത്താണ്ട് അയക്കന്നെ ഇടാ. തിന്നാൻ പാടില്ല കേട്ടോ. തിന്നട്ടോ. സാധനം എവിടെ അത്? ആ സാധനം ഇത് കളയണം. ടെസ്റ്റ് ചെയ്താണ്ട് പാത്രത്തിന്റെ അളവ് കുറയരുത് കേട്ടോ. കയമ്പില്ലതാ വണ്ടി. ചിലത് കയമ്പുണ്ട്. ഒരു പാക്കറ്റത്തെ കയമ്പില്ല. ഇത് ഇങ്ങനത്തെ കയമ്പുണ്ട്. പരിചയമില്ലാതെ ഓനൊക്കെ എന്ത് ലേഹം മരുകാനാണ് ഇപ്പൊ ഇങ്ങനത്തെ കൊടുത്തത്. അന്തി വരെയല്ല പണിയൊന്നുമില്ലല്ലേ അമ്മായിയെ? ഇത് ഇതിന്റെ തൊലി എപ്പ കജിന് അതുവരെ ഉണ്ടാവും. പിന്നെ അത് വരകണ്ടേ. പിന്നെ അത് വേവിച്ച് ചൂടാറി മിക്സിയിലൊന്ന് ഒതുക്കി ഉള്ളിയും ഉലുവയും കാരക്കൊക്കെ ഒന്ന് ഒതുക്കണ്ടേ. പണിയുണ്ട്. ലേഹ്യങ്ങൾ എത്ര വിധം ഉണ്ടോന്ന്? ഉള്ളിയേറ്റുണ്ട്. പിന്നെന്താ?
കുറച്ചുകൂടി ഇന്നോട്ട് ഉണ്ടാവില്ല. ഉള്ളി ആടിന്റെ ഉള്ളി ചെറുള്ളി നല്ലതല്ലേ? ഞാൻ ആടിനെ പറ്റായിട്ടല്ലേ അല്ലേ ഇതിക്ക് ആടിന്റെ കജ്ജും കാലും തൂപ്പാക്കിയിട്ട് ആ വെള്ളം ഇതിൽ കൂടെ വെച്ചാലും മതി. അങ്ങനെ ഉണ്ടാക്കാ? എനിക്കതിന് പറ്റുമോ? ആട് കേടരൂല? അത് കേടരൂല? ഒരു കേടും വരൂല. എന്ത് കേടായിരുന്നു ഇത്? കാലാകാലം പാത്തക്കാല ആട് പറ്റാത്തതോ? ആടിന്റെ മുഖം കാണുമ്പോ എന്തോ ഒരു ഇതല്ലടാ. ആടിന്റെ മുഖം ആലോചിച്ചൂലേ? അത് കുഴപ്പല്ല. അങ്ങനെ തിന്നിട്ടില്ല. ആടർച്ചയാണ് കാരണം ഞങ്ങള് കരയും. നമുക്കൊരു ഇടങ്ങേറ്. നമ്മള് വളർത്തണല്ലേ, നമ്മള് വളർത്തണല്ലേ ആടൊക്കെ ആണ്. പക്ഷെ ആട് മുയല് നമ്മള് വളർത്തുമ്പോ അതിനൊരു കമന്റ് പറയണ്ടേ. കോഴിനെ കൊടുത്തപ്പോ എന്താ അമ്മക്ക് കരച്ചിലൊന്നും വരുന്നില്ലേ? പഠിച്ചോനെ ഞമ്മക്ക് ആവശ്യം ഉണ്ടാവുമ്പോ കൊടുക്കുമ്പോ വേറെ ഇതും. പിന്നെ നമുക്ക് അത്യാവശ്യം എടങ്ങാറായി അല്ല, അറിയാതെ കൊടുക്കുമ്പോ ഇടങ്ങാറാണ്. കൊടുക്കൂല നമ്മള് വളർത്തണില്ലല്ലോ. അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മള് അത്യാവശ്യത്തിന് ചോമ്പിലെ വളർത്തി ഉണ്ടാക്കുന്ന പശുക്കൾ എത്ര ആൾ കൊടുക്കുന്നുണ്ട്, പോത്തുകൾ എത്ര കൊടുക്കുന്നുണ്ട്, അതൊക്കെ മനസ്സിന്റെ ഇതാണ്. അതിനൊക്കെ അത് നിങ്ങള് മറ്റേ പ്രാങ്കില് പറഞ്ഞിട്ടാണ്. അത് പറഞ്ഞാല് അന്ന് നിങ്ങള് അറിയാതെ കൊണ്ടുപോയിട്ടാണ് അങ്ങനെ ഇറങ്ങുന്നത്. അതന്നെ. ആ കോയിനെ കൊടുത്തോ? ഓനെ കൊടുത്തിട്ടില്ല. ഓനെ കൊടുക്കുമ്പോ അതിന് വേറെ സ്നേഹാണ്. അതാണ് ആ കോയിനോട്. എന്താ അനുവിന്റെ പേരില് അധികം ശരി. നിങ്ങളെ കമന്റിൽ എന്താ മോട്ടനാണ് അധികം പണിയെടുക്കില്ല അറിയുന്നത്. ഇപ്പൊ എല്ലാരും അല്ലേ അതിപ്പോ പണിയെടുക്കുന്ന എല്ലാരും കണ്ട്. ഒന്നാമത് ഉണ്ട്. പിന്നെ ഒന്നാമത് എന്റെ പേരില് നാള് ഇത് ചെറിയ ആക്സിഡന്റ് ആയിട്ട് നല്ല വേദനയും ഉണ്ട് കാര്യം. രണ്ടാളും ഒരേപോലെ പണിയെടുക്കുന്നുണ്ട്. ക്യാമറ ഓഫ് ആക്കുമ്പോ നമ്മള് അതും പണി നടക്കണ്ടേ. അത് നമ്മളെ പണി എടുത്തപ്പോ തന്നെ കാണാലോ. ക്യാമറ പിടിച്ചപ്പോഴും അല്ലാത്തപ്പോഴും ഏറ്റവും വ്യത്യാസം ആ പണിമ കാണാണ്ടല്ലോ. നമ്മളൊക്കെ ഏത് പണിയെടുക്കാൻ മടിയില്ലാത്തോലാണ്. ഏത് പണിയെടുക്കും. നീ പറഞ്ഞിട്ടേ ഞാനും പണിയെടുക്കലില്ല. ഇതോ മറ്റേ പൊടി ഉണ്ടോ? നിക്ക് കമ്പപ്പൊടി, പിന്നെന്താ ചോളാണ്ടിപ്പൊടി പൊടി, മറ്റേതും ഉണ്ട്. ചോളാണ്ടിപ്പൊടി, കമ്പപ്പൊടി, ഉലുവ, കാരക്ക, ഉള്ളി, ഉലുവ, ഇതൊക്കെയാണ് ഈ ലേഹ്യത്ത് കയറുന്നത്. നെയ്യ്, വെളിച്ചെണ്ണ, പിന്നെ 500 കുറച്ചെടുത്തിട്ട് എത്ര തേങ്ങ? രണ്ടോ നയിപ്പാള് തുടങ്ങണുള്ളൂ. ഉള്ളി വെച്ചമ്മ കുത്തിട്ട തിന്നോ. തിന്നല്ല സാധനമാണ്. തിന്നോ. ശർക്കര വേണമെങ്കിൽ വാങ്ങാം. കാർക്കെല്ലാം ഓവർ മധുരാവൂലേ? പല്ലുവേന ഉണ്ട്. പല്ല് പൊത്തുണ്ടായിട്ട് വെറുതെ കേടരിക. പണ്ട് പിന്നിട്ട് കുത്തിയിട്ട് ഇപ്പോഴാണ് കേടരുന്നത്. എന്ത് വേറെ 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 കൊറേ കൊണ്ടുവന്നിക്കണ്. പിന്നെയും കൊടുന്നിക്കണ്. എത്രയോ കൊടുന്നിക്കണ്. അളവിനനുസരിച്ച് അങ്ങനെ ഉണ്ടാക്കല്ലേ. അതന്നെ. അമ്മായി പണ്ട് നിക്കാൻ പോയോർത്താണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇനി ഓൾക്ക് റെഡി ആകൂല്ലേ? ഇതിപ്പോ കൊഴപ്പം റെഡി ആയിട്ടില്ലെങ്കിൽ അതല്ല. അങ്ങനെ പാളിയാലേ പേടിച്ചേണ്ട ആവശ്യം. ഇവിടുന്ന് പേടിച്ചണ്ടാത്. എല്ലായിടത്തും നല്ല അടിപൊളിയായി. ഇതൂനും നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കിന്? അതെ അവിടെ അവിടെ സുൽത്താൻപടി.
എവിടെ അവിടെ റേഷൻ പീടിന്റെ താഴെ. അവിടുന്ന് ആ പിന്നെന്തായിട്ടൊക്കെ ഉണ്ടാക്കും അമ്മായി ലേഹ്യം? ആട് പിന്നെ ആടിന്റെ കജ്ജും കാലും അതിന്റെ സോപ്പ് ആട്ടിന്റെ ഇറച്ചിയേറ്റ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ പനങ്കൂല ലേഹ്യം അതൊക്കെ ആയിക്കോട്ടെ ഇടും. തെങ്ങും പൂക്കലന്റെ തെങ്ങും പൂക്കല അത് അരച്ചിട്ട് ആയിക്കോട്ടെ കൊടുക്കുക. അപ്പൊ നിങ്ങളെ നാട്ടിൽ ഏതൊക്കെ ലേഹ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കമന്റ് ചെയ്യോണ്ടേ. ആയിക്കൂടെ പൂക്കുല ആക്കുന്നുള്ളൂ. ഇതുകൂടി പൂക്കുല ഉണ്ടെങ്കിൽ ഇടാ. അത് ഞമ്മള് വാങ്ങലല്ലേ അവിടുന്ന്? മുക്കാത്തത് വേണം, മുക്കാത്ത കൊല. അത് ആയുർവേദ കടയിൽ ഉണ്ടാവും തോന്നുന്നു. എടുക്കണം. അതല്ല ഈ ലേഹ്യം കിട്ടും. പക്ഷെ ഒരു ഓർമ്മ ഉണ്ട് പൂക്കുലാതി കിട്ടും. ഇതൊന്നും കണ്ടിട്ടില്ല അതിന്റെ ചിത്രം. എന്തായാലും ഉള്ളിയൊക്കെ തൊലിച്ച് റെഡിയാക്കട്ടെ. ഞാന് കൊറേ നേരമായി ഉള്ളി തൊലി കഴിഞ്ഞാലും പിന്നെ കാരക്കന്റെ കുരു കളയിൽ കഴിയൂല. സൂക്ഷ്മ നിരീക്ഷണത്തിനൊടുവിലാണ് ഓനായിക്ക് ഇടുന്നത്. ഈ നേരം കൊണ്ട് ഇതൊക്കെ തൊലി കഴിഞ്ഞു. എങ്ങനെ വലിയ ഉള്ളിയാണെങ്കിലേ വലിയ വലിയ ഉള്ളികളാണെങ്കിൽ ഉള്ളി പച്ചാക്കിട്ട് വേണ്ടേ. ഇതില് കാരക്ക് ഉള്ളിയും കാരൊക്കെ ഇട്ടിക്കണ. ഇപ്പൊ കുറച്ചേരം എല്ലാവരും റെസ്റ്റിനും വേണ്ടി ഇരിക്കാണ് കേട്ടോ. ഇവിടെ ഉമ്മാക്ക് എന്താ പണി? അരച്ച് ഉണ്ടാക്കുക. ഇത് ഉലുവയോ കറണ്ട് ഇട്ടാ മതി. ഉലുവേ ഉലുവ വേണ്ടേ? കഴിച്ചൊന്ന് തിന്ന് തടിയൊക്കെ നല്ലതല്ലേ. നാളെ പൊറാട്ട കൊണ്ടുവന്നേ ജസ്റ്റ് മിസ്. എന്നിട്ട് ഞാൻ ചോറുന്നാ പറഞ്ഞമ്മ അളക്കിയിട്ടില്ലേ. ഇനി എന്തേലും അളക്കാണ്ടോ? ഇത് തേങ്ങാപ്പാല് ഒന്ന് ഏതമ്മ? ഇത് തേങ്ങാപ്പാല് രണ്ടെണ്ണം നല്ല ആടുണ്ട്. അത് തേങ്ങാപ്പാല് ഒന്നല്ലമ്മ. അങ്ങനെ അളക്കാം. ഉലുവല്ലത് ഇങ്ങനെ കട്ടിയിലായ കുറുകി നോക്കാം. എന്താ പണി? എന്താ പണി? എത്ര വിസിലാ മതിയോ? ഒക്കെ വേഗം ഏത് ഇവിടെ ചക്കര അടുപ്പത്തെ വെച്ചേക്കണേ. വിസിൽ ഇതാക്കി ഉണ്ടാവൂലേ? ഞാൻ പോത്തിന് ഇവിടെ തീ കത്തിച്ചേക്കണേ. ഉരുളി വെച്ചാലോ? ഇല്ലേ ആയിട്ടില്ലേ? ചൂടാവാൻ ടൈമില്ലേ ഉരുളി? ഇല്ലേ? അങ്ങനെ ഞാനത് വിചാരിച്ചിട്ട് പൊടിച്ചെടുക്കല്ല അല്ലേ? ഇങ്ങനെ പാർന്ന് എന്നിട്ട് ആദ്യം മുതൽ ആവാതെ ചൂടായി വന്നിട്ട് അങ്ങനെയല്ലേ ഉമ്മമാക്ക് ഉണ്ടാക്കി പരിചയണ്ടത്? ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. ഞാന് ഇന്നത്തെ കൊള്ളിയൊക്കെ വെച്ചതാ. അതിന് വേണ്ടി 800ഒന്നുമില്ല. ഇന്ന് ചോറ് വെച്ച 800 വലിയെടുപ്പാണ് വേണ്ടി. രണ്ടു സെയിം തന്നെ. കട്ട വെക്കണം. കട്ട വെച്ചിട്ട് കത്തി പിടിച്ചിട്ടല്ലാലും 800 ഞമ്മക്ക് ചക്കര അമ്മായി അരിപ്പുരു ബാബാ ഇവിടെ ചക്കര ഒഴിച്ചാട്ടോ. ചക്കര ഒഴിച്ചിട്ടോ. എങ്ങനെ എന്താ കട്ടിയത്? ശർക്കര ശർക്കരയിൽ കല്ലില്ല അറിയില്ലേ? കല്ല് വെക്കാം. അല്ലതിപ്പോ എന്താ കട്ടിയ? ശർക്കര ചെമ്പട്ടിക്ക് ഒഴിച്ചു ഉരുക്കിട്ട് വെച്ചിക്കേ. വെറുതെ മണം അതിശാൻ വരുന്നുണ്ട്. ചക്കര ഉരുക്കില്ല. അത് ഇന്ന മണാണ്. നല്ല മണമുണ്ട്. കാരൊക്കെ ഉള്ളി മണാണ്. ഒരുമാതിരി മണം നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ്. അല്ല ചോദിച്ചല്ല അല്ലേ? ട്രെയിനിലൊക്കെ കേറിയൊരു മണം. അതന്നെ സംഭവം തന്നെ. ബസ്സിലിവിടെ കളിയുണ്ട് കേട്ടോ. അവിടെ തീയും കത്തും സാധനാണ് നിങ്ങള് കുക്കറിൽ കണ്ടത് കേട്ടോ. ഇത് ഉലുവ, ഇത് ചക്കര. പാതി പാതി ആക്കിക്കമ്മ. ആ ചൂടാകാൻ വേണ്ടിട്ടാണ്. അവിടെ പാത്തെടുക്കലാണ്. ആ വലിയ ചെമ്പട്ടിയിൽ അതോ ഫ്രിഡ്ജൊക്കെ ആക്കണോ?
ഇങ്ങനെ ഞാൻ ഇവിടെ ചൂട് ആറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. വലിയൊരു ചെമ്പില് ചൂട് ആറ്റുകയാണ്. അതിൽ ഞാൻ ഏകദേശം ചൂട് ആറി വരുന്നുള്ളൂ കേട്ടോ. മറ്റേത് അമ്മായി വെള്ളത്തിൽ വെച്ചപ്പോ പോയിക്കണ്. നല്ല അളക്കേണ്ടി വരും കേട്ടോ. കാരണം അമ്മാതിരി തിളച്ച സാധനമാണ്. കുക്കറിൽ ഇട്ടുകൊണ്ട് ഒന്നായിട്ട് ആദ്യൊരു സാധനമാണ്. അനു പാഞ്ഞില്ലേ? അനുവിന് ഇതിന് മണം പറ്റാണ്ട് അനു ഈ ഏരിയയിലില്ല, പാഞ്ഞിക്കണം കേട്ടോ. പണ്ടാരി കാര്യമായിട്ടാണ് കളരിപ്പുറത്തുള്ള ആൾക്കാരൊക്കെ കരടിക്കുക, അല്ല കളരിക്ക് ഇറങ്ങിയേക്കണം. നല്ല കുത്തലാട്ടോ. മിക്സിക്ക് എന്തായാലും ഇടും. പിന്നെ നമ്മള് ചതക്കണ വർജ്ജക്കാരോ. അപ്പൊ വല്ല ഒന്ന് പേരിന് അഭിനയിച്ചറിയടാ. പണി എടുക്കണ്ടെന്ന് പോലെ അറിഞ്ഞാൽ ചൂടാണ്ടേ ഇതിന്റെ ഒരു മണാണെന്നുണ്ടെങ്കിൽ ഇത് ഛർദിക്കാൻ വരണ്ടേ. ഉണ്ടാക്കിട്ടോ തിന്നു നോക്കോണ്ടി സെറ്റക്കാരം. ഇങ്ങനെ കാണുമ്പോ തിന്നാനൊന്നും തോന്നൂല. ഇജി പെണ്ണാണെങ്കിൽ ഇതൊക്കെ തിന്നണം. കണ്ണാക്കൊക്കെ തിരികാരോ. നല്ലത് നല്ല മധുരം ഉണ്ടാവില്ലേ? രസം ഉണ്ടാവും. അത് കറുത്ത സാധനം ഡാറ് മാതിരി അതാണത്. ആവണുള്ളൂ. ഇമ്മ മളക്കിയിട്ട് കസാൽമ കുത്തിരുന്നാണ് നടക്കണത്. അതിലേറെ ചെമ്പത്തെ വെള്ളം കയറി നൈത്ത വെള്ളക്കാരൻ. ആ കുക്കർ തടിയില് വെള്ളണ്ടേ, വെള്ളത്തിലല്ലേ വേവിച്ചേ, അയിത്ത വെള്ളാണ്. അങ്ങനെ ഉലുവുണ്ട്. ആ ചോറ് കൊടുത്തു, അല്ല വെള്ളം കൊടുത്തു. ഉലുവ ഇത് മറ്റേ കാരക്ക അരച്ചതാട്ടോ അതേമായി തന്നെ തൊട്ടെ നമ്മുടെ കയ്യിൽ കയ്യെത്തിക്കണമെന്ന് അറിയണ്ട. അപ്പൊ ഇത് രണ്ടും പാടെയാണ്. ഇനി ഇതിലേക്ക് ആ ഉള്ളി ഇതൊക്കെ ഓരോന്ന് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ അരച്ചു കൊണ്ടുവരിക. നമുക്ക് നോക്കാം. ഇതൊക്കെയാണ് നമ്മൾ മിക്സിയിൽ അടിച്ച് ഇടാൻ പോവല്ലേ അത് ഇടുന്നത്. രണ്ടാമത്തെ ഉരുളിയിലും അല്ല, രണ്ടാമത്തെ ലെയർ പോലെ ഈ കാട് ചെയ്തിട്ടോ അരച്ച തന്നെ. ഇത് ഉള്ളിയാണോ? ഇത് കാരക്ക. ഇതേതാ കാരക്ക? കാരക്ക ഇതാ കൊണ്ടുവരുന്നു. എന്നിട്ട് മാറടാ വന്നിട്ട് പോക്കോ. അപ്പോൾ ഇനി ഇതെന്തൊക്കെ ചുവറ്റിപ്പാലിൽ തുടങ്ങിയേക്കണ്. തേങ്ങാപ്പാലും അതും പാട് മിക്സ് ആക്കിയതാണ് ഈ കളർ. അളവും കാര്യമൊക്കെ ഉണ്ട്. അളവുണ്ട്? അളവൊന്നുമില്ല. ഞമ്മക്ക് കുറച്ചല്ലേ ഉള്ളത്. 1.5 ഗ്ലാസ്. അതൊക്കെ കുറുകി വരൂടെ? കുറുകൂലേ? ചോളാന്റെ മുമ്പ് നമ്മള് കണ്ടിട്ടില്ലേ പായസം മാതിരി? അതേപോലെ കണ്ടാ തോന്നില്ല കുട്ടിയുണ്ട്. അത് കമ്പപ്പൊടി, പുഴുങ്ങി തിന്നണ കമ്പല്ലേ? അല്ല മയ്യ പുട്ടുണ്ടാക്കൂ. ഇത് ഞമ്മളെ കടലയും മാനൂര് നമ്മൾ ഇടില്ല. നമ്മളെ ബഡ്ജറ്റ് കുറവായിട്ട് പിന്നെ പൊടികളൊക്കെ ഉണ്ടാക്കിക്കണേ. കടല, അണ്ടിപ്പരിപ്പ്, ബദാം. ഇത് ഒരു 1/2 ഗ്ലാസ് മതിയോ? പാലിട്ടിയോർന്ന് വാങ്ങിയിട്ടില്ലല്ലോ. മഞ്ഞളും ചേർക്കണം. മഞ്ഞൾ വേണം. പിന്നെന്താ അമ്മ ഇന്നോട് പറഞ്ഞ ഉപ്പില്ലേ? നല്ല കളറുള്ള മഞ്ഞളോ? എടാ അത് ഉരുകി വരുമ്പോ കറുത്ത കളറക്കാരോ അല്ല അമ്മയെ? ഉപ്പോ? ഉപ്പ് ഇടണം. ഉപ്പ് 2 ടീസ്പൂൺ ഉപ്പ്. അതെ, ഉപ്പ് നമ്മള് മധുരം ആടയുമ്പോ ഉപ്പ് വേണല്ലേ? ഓരോ കണ്ടുത്തല്ലേ? പായസത്ത് കൂടുവല്ലോ ഉപ്പില്ലേ? നല്ലോണം ഇളക്കല്ലേ? ഇതില് മധുരട്ടോ. മധുരട്ടു. ഞങ്ങള് ചായ കുടിച്ചാൽ ഓല് വന്നപ്പോ നല്ല പൊറാട്ടി കറിയൊക്കെ കൊണ്ടുവന്നിക്കണം. അളക്കണോ? നിങ്ങളത് അളക്കണോ? മറ്റേ കാരം അതും കൂടി വേഗം നേരെ പാർന്ന് അങ്ങനെ നമ്മള് നേരത്തെ മിസ്സാക്കി വള്ളയിൽ കൊണ്ടുവന്ന് അതേപോലെ പാർന്ന് ഞാൻ അളക്കല് പണിയെന്ന് പറയുന്നുണ്ട്. അതാണ് നല്ല രസമുണ്ട്. പാൽ ചായ ഉണ്ടാക്കൂലേ? വെളിച്ചെണ്ണതാ നെയ്യും വേണം. ഒരു കുപ്പി നെയ്യൊക്കെ വേണമെന്നാ പറഞ്ഞേ. പൈസ ചെലവാണ്. ഇത് റെഡിമെയ്ഡായി വാങ്ങാൻ കിട്ടാവോ? കിട്ടുവോ? അതാണ് പിന്നല്ലേ ഓല എളുപ്പ പണിക്ക് എന്തേലൊക്കെ ഇതാക്കുവല്ലോ. ആരെ കജ്ജും കാലത്തിന്റെ
ആണോ ഔടുവോ വെള്ളത്തിന് അത് ആടാക്കൂ നല്ലോ മിക്സ് ചെയ്യട്ടോ ഗൈസ്. നല്ലോ മിക്സ് ചെയ്തിട്ട് അത് ഒഴിച്ചണ്ടി അതോ ഇപ്പൊ തന്നെ ഒഴിച്ചോ? നല്ലോ മിക്സ് ആക്കട്ടെ. അപ്പൊ അത് അടുപ്പത്തന്നെ വെച്ച ചായ കുടിച്ചാ പോലെ ഇത് വെച്ചാ പിന്നെ ഇളക്കണം. ആണോ എളുപ്പം കാങ്ങുപോയി അടി പിടിച്ചാ വെക്കണത്. ഇളക്കണല്ലേ ഇളക്കലാണ് ഇതിന്റെ മെയിന്. പോയി ആ ചായ കുടിച്ച അപ്പൊ വെളിച്ചെണ്ണ ഇപ്പൊ പാണ്ടേ കാരണം അല്ല ഞാൻ എവിടെയാന്ന് ചോദിച്ചതാണേ. ഞാൻ എന്നാ പൊറാട്ട ചായയും കുടിച്ചോ? പോരി പോരി പോരി. അനു എല്ലാം മിന്നി ഇവിടെ ഒന്നും മറക്കണ്ട. അതന്നെ സാധനം ഉരുളിയിലാണ് സാധനം. എണ്ണി നെയ്യൊക്കെ നെയ്യ് പറഞ്ഞില്ലല്ലോ. ഒന്ന് താക്കട്ടെ എന്നൊക്കെ നീ ചായക്കൊക്കെ അതിണ്ടാവുക ആയിക്കൊണ്ടിരിക്കണ്ട്. ഉമ്മ നല്ല ഇളക്കുണ്ട്. നീ കുറച്ചേരം നമുക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. ഉരുകി ഉരുകി വരും. നെയ്യ് വെച്ചാലോ? നെയ്യ് പൊഴിച്ചൂല താക്കട്ടെ. നെയ്യ് തിളച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ആണോ? അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. നിങ്ങളെങ്ങനെ ഇപ്പൊ തോടിച്ച്? ഞാൻ എത്ര കൊല്ലം 5-6 കൊല്ലം ഞാൻ ഈ അളക്കില്ലേ പോയി പഠിച്ചില്ലേ. എന്നാലും ഉണ്ടോ തീ പാലിന് ഇങ്ങനെ പാലെത്തുണ്ടോ? അതെ ഇത് ചേട്ട ചോദിച്ചോ കാര്യങ്ങൾ ഇങ്ങനെയാണ് പാളി കത്തിയാ നമ്മള് കഴിച്ചില്ലായി. വേഗാവോ? വെളിച്ചെണ്ണ മേലെ നിക്കണ അമ്മയെ അല്ലേ? ചൂടായ ഉള്ളിക്ക് പോവും. എങ്ങനെ വേറെ വേറെ നിക്കും? ഫസ്റ്റത്തെ അളക്കല് എന്ന് പറയുന്നത് അമ്മായിയാണ്. അമ്മായി കൊയങ്ങിട്ട് ഞാൻ ഏറ്റെടുക്കാന്ന്. വെളിച്ചെണ്ണ തൊള്ളുണ്ടല്ലേ? ഇങ്ങനെയല്ലേ മറ്റേ നമ്മൾ ഓയിലും കാര്യൊക്കെ ഉണ്ടാക്കണാണല്ലോ തേങ്ങായിട്ട്. അങ്ങനെ ഉണ്ടാകുമ്പോ അത് തേങ്ങ ഇതേപോലെ ഇളക്കി വേവിച്ചുമ്പോ എണ്ണങ്ങൾ മേലൊക്കെ പോകും. നമ്മളിപ്പോ കുറച്ച് ചേട്ടത്തേക്ക് അപ്പുറത്തുനിന്ന് മയം കൊണ്ട് നിൽക്കണം. ഇവിടെ എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ അളക്കല് തുടങ്ങണം. എന്തുമ്മാ ഇതാ ചേട്ടതാ ഇനി താഴ്ത്തളി. ഈ അടുപ്പ് കണ്ടിട്ടളി. ഇതപ്പ കളറ് മാറാനാ? നെയ്യ് ലാസ്റ്റ് അല്ലേ? കുറച്ച് എണ്ണ അടിയിൽ പിടിച്ച അതില് കൊള്ളൂലേ? ഞാൻ നോക്കിയല്ലേ കൊള്ളൂല. നീ അമ്മയൊക്കെ ആ നടൂല് കുറച്ച് ഇട്ടാ മതി അമ്മയെ. പൊന്തിച്ചിട്ട് അവിടെ ഇട്ടോ കുറച്ച്. ചൂടില്ല. നമ്മള് ചെത്തായി കിട്ടക്കണ കത്തുവോ പാളൂലാകെ. ഇവിടെ നെയ്യും കാര്യൊക്കെ പാർന്ന് തിളക്കൽ തുടങ്ങിയേക്കണ ആ ടൈമിലാണ് നെയ്യ് പാർന്ന്. കുറച്ചേരൊക്കെ ആൾക്കി അമ്മായി കൊടുത്ത് അമ്മായി കൊയങ്ങൽ തുടങ്ങി. തീർച്ചല്ലേ നെയ്യിട്ടിട്ട് ഇനി നല്ല ഇളക്കണം കേട്ടോ. കളറൊക്കെ മാറിട്ടോ. കളറ് മാറിട്ടോ. ഇപ്പൊ രണ്ടാമത് ബാക്കിയുള്ള നെയ്യ് ചൂടാക്കി പാർന്നിട്ടോ. രണ്ടാമതും പാർന്ന് നല്ല പൊളവും വന്നിട്ടുണ്ട് അല്ലേ? ഒന്നും പാടെ ഡാർക്ക് കളർ ആവില് തുടങ്ങിയിട്ടോ. എത്ര നേരാമെന്ന് അറിയില്ല. നല്ല കളറ് മാറിയില്ലേ? വേഗം മാറുണ്ട്. അപ്പൊ നമ്മളിനി അമ്മായി കുറച്ചേരമായി അളക്കണം. ഇനി ഞാൻ മാറി കുറച്ചേരം അളക്കട്ടെ. അരമണിക്കൂറായി മാറി മാറി അളക്കാണ്. ചേട്ടയും കാര്യൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അയലക്കത്തുനിന്നൊക്കെ മാങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണണോന്ന് അറിയില്ല. ഏകദേശം കളർ ഇതാണ്. എന്താ പോക? അതിന്റെ പോകെ ഇനി തരി കൊയങ്ങിയില്ല. ഞാൻ അളക്കാം. കൈപ്പലക്ക് വല്ലാതെ പ്രഷർ കൊടുക്കണ്ട. ലേഹ്യം ഉണ്ടാക്കുക ചേട്ട. എല്ലാ പേർക്കാലത്ത് 27 പേരിന്ന് വാങ്ങിയപ്പോ 3 പേര് തേട്ട. എന്നിട്ടേലും ഞമ്മളെ സിഫിനൊന്ന് തളിക്കട്ടെ. മണം ഉണ്ടോ? മണൊക്കെ അപ്പുറത്ത് ചോദിച്ചിട്ടുണ്ട്. പണ്ടാരി മൂന്നാമത്തത് ഞാൻ അളക്കിന്റെ കജ്ജിന്റെ കൈപ്പല വേറിട്ടോ. അമ്മായി ഇളക്കി, ഞാൻ ഇളക്കി. ഇപ്പൊ മൂന്നാമത് അനങ്ങാത്ത ഒരാളെ കൊണ്ടുവന്നിക്കണ്. കുറുകേല് കുട്ടക്കിട്ടോ ഫേഷ്യൽ ചെയ്തോലെ അത് ഒട്ടിന് സെറ്റ് ആവും. ഇത് നല്ല തെറിച്ചൽ തുടങ്ങിക്കണം. അപ്പൊ അറ്റത്ത് കുടിച്ചിട്ടാണ് നമ്മള് തിളക്കണം. ഇതൊക്കെ ഉരുള് കേക്ക് കൊടുക്കണ്ട പോൽക്ക് പണിയില്ലടി. ഇതൊക്കെ ഇതിന്ന് വേറിടും.
ആ അങ്ങനെ ലേഹത്തിന് അങ്ങനെ പ്രത്യേകത ഉണ്ട് അല്ലേ? സാമ്പാറൊന്നും അല്ലല്ലോ. നമ്മള് എത്ര പേര് ഓരോരുത്തർക്ക് തന്നോണ്ടിട്ടാ ചിഷ്ണ അതിലൊരു പാത്രത്തിൽ ഉണ്ടാവുമെന്നാ. ഒരു കുപ്പി ആനും കൊണ്ടുപോവാ അല്ലേ മമ്മ? ഇക്കോക്ക് മുണ്ട് വേണോ? ഒരു കുപ്പി ആനും കൊണ്ടുപോവല്ലേ? അങ്ങനെ അമ്മായിന്റെ അളക്കല് കഴിഞ്ഞ് അമ്മായി കുഴങ്ങി ഞാൻ കളത്തിറങ്ങിയതാണ് ഇപ്പൊ. അത് തടി ഇങ്ങോട്ട് തിന്നണ പോളാണെങ്കിൽ അങ്ങനെ നമ്മളാട്ടോ. ഒറ്റക്കൊക്കെ സമ്മതിച്ചതാ അമ്മായിനെ കേട്ടോ. നമ്മളെ കയ്യില് ഒരു ഭാരമാണ്. ഞാൻ വന്നു പോകാൻ വന്ന ഇവിടുത്തെ അവസ്ഥ കാണാൻ വന്ന അവസ്ഥ കണ്ടപ്പോ അളക്കാനാണ്. അമ്മായിനെ ഒറ്റക്കാക്കിയാല് അമ്മായി പോയത് കാലിയേറ്റ് വെച്ചേക്കും. എന്നിട്ട് പെരിയില് ഔത്തുകൂടെ പറഞ്ഞ ചെരുപ്പിട്ടാ വന്നിക്കണേനെ. ഈ ചെരുപ്പ് പറഞ്ഞാലേ ഉപ്പുറ്റുപയനക്ക് നല്ല നല്ല എല്ലാം താന്ന് പതുപതുന്നാണിത്. അതാണിത് എടുക്കുന്നത്. കാലുവേദനയും മുട്ടുവേദനയും അങ്ങനെ എന്റെ കയ്യൊരു തീരുമാനമായി തരും. വേണ്ട അതുപോലെ മുട്ട ഞാൻ കൈ ഇങ്ങനെ പോവാണ്. ഇങ്ങനെ വില കൊടുത്തിട്ടൊക്കെ നോക്കാം. നാളെ കൈമ്പൊട്ടാ സാധ്യത ഉണ്ട് കേട്ടോ. ചോദ്യങ്ങളുണ്ടേ ചോറുന്നിട്ട് തോന്നല്ല ആക്കിട്ട് വന്നാണ്. നന്നുണ്ടായി അതിന് അമ്മായിനെ സമ്മതിച്ചു. എന്താ പറയൂലേ ഈ പെറ്റോടത്ത് നിൽക്കാൻ നമുക്ക് ഇഞ്ഞത് നല്ല ഇരുണ്ട് കറുത്തത്തെ ആ പൊണ്ണ് വരുന്ന അതിൽ വരും അല്ലേ? എപ്പോഴാന്നറിയില്ല. 10 മണി 11 മണിക്കൊക്കെ ആകാം. ഇത് ഇളക്കലാണ് ഭാരമേ. ശരിയാണ്. പോവോ ഇനി വളകുവാണോ? കൊറേ നേരത്തിന് ശേഷം ഇപ്പൊ 8 മണി ആവാനായി. ഞാൻ പോവാണ്. ലേഹം എങ്ങനെ ആയി വരുന്നുള്ളൂ. അപ്പം ഇപ്പത്തെ ലേഖത്തിന്റെ അവസ്ഥ എന്താന്ന് വെച്ചാല് ഇങ്ങനെ അയക്കണ്. വേറിട്ട് തുടങ്ങി എത്രയോ നേരത്തെ അധ്വാനത്തിന് ശേഷം ആള് മാറി അമ്മായിന്റെ കൂപ്പാട്ട് ഇളകിയിരിക്കണം കേട്ടോ. അപ്പം ഒരു പണ്ടാരി സ്റ്റൈലിലൊക്കെ വന്നിക്കാണ്. എന്നിട്ടേലൊന്നും ആവട്ടെ അമ്മായി പറഞ്ഞ ഇതൊരു നെയ്യ് പുറപ്പെടുന്ന്. പുറപ്പെടാൻ പറഞ്ഞിട്ട് 2 മണിക്കൂറായി. നെയ്യ് പോയിട്ട് അപ്പൊ എനിക്കിത് വണ്ടി വലിയും പുറപ്പെടണില്ല. നെയ്യ് ആയോ? അതാ ഞാൻ തിരിച്ചൊന്ന് പഠിച്ചത്. അപ്പത്തെ വേറിട്ടല്ലോ ഏതായാലും വേഗോളം നിന്നില്ല, 6 ഓളം നിന്നാ ഇത് കഴിച്ചിട്ട് കളക്കാൻ ആളെ കിട്ടാറല്ലേ. ഞങ്ങൾ എമർജൻസി ഒക്കെ കത്തിച്ചിട്ടാണ്. തറവാട്ടില് വലിയൊരു ബൾബ് ഉണ്ടായിനെ കൊണ്ടുവരാൻ വന്നതേ ഞങ്ങൾ മറന്നുപോയി. ഞങ്ങള് നെഞ്ഞും പള്ളയൊക്കെ ചുട്ടത്തിട്ട് ചൂടുകൊണ്ട് അത്രയും എത്താണ് നിക്കത്. സെറ്റായിട്ടോ. അപ്പൊ ഇമ്മാതി ലേഹൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത നസീറ പുത്തൻപുരക്കൽ ഇല്ലോട്ടോ. ഞാൻ ഓർഡർ സ്വീകരിക്കണില്ല. കാരണം വെച്ചാല് ഒന്നാമത് തടിയേറ്റ് പോയി വെച്ച ഞങ്ങളും ഇല്ല, ഞാനും പോയി. ഇത് കാണുന്ന മാതിരി ഒന്നല്ല, നല്ല 3-4 മണിക്കൂറത്തെ അധ്വാനാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഉണ്ടാക്കണവർക്ക് ഇതിന്റെ അടങ്ങാറ് ശരിക്കും അറിയുണ്ടാവും. നമ്മള് ഉണ്ടാക്കണതല്ലേ നല്ലത് എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ അടുപ്പൊക്കെ നല്ല അടുപ്പ്. ഇത് മറ്റേ അടുപ്പല്ലേ? ആലുവട്ടം നീ ആൾക്കടമ്മയെ ഓയ് തീയാണോ മോനെന്താ കാട്ടിക്കൊടുക്കാന്?
നോക്കി അതിന് നടന്നിട്ട് ചെമ്പട്ടിക്ക് ചാടിയ ഞാൻ കൂട്ടി അല്ലേ നെയ്യ് പുറപ്പെടാൻ കാത്തൊക്കെയാണ്. സൂപ്പൊന്നും വേണ്ട. തീ നല്ല കത്തുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് പോവാൻ നേരായി. അവിടെ ചെറിയാപ്പ കേട്ടോ. ചെറിയാപ്പ ഓയ് ഓയ് ഇവിടെ നോക്കി സെറ്റ് സാധനം കരിഞ്ഞോയി ഞങ്ങളൊക്കെ. നോക്ക് ഉരുളി ചേരിഞ്ഞിട്ടോ. എപ്പ തുടങ്ങി 3 മണിക്കൂറായി ഇങ്ങനെ. ചെറിയ കുറച്ചേരം ആക്കി തരും അമ്മയെ. രണ്ടാൾക്കാർക്ക് കൊടുത്താണ്. ഞങ്ങളെ കയ്യൊക്കെ നോക്കി ബിസ്മില്ല. നെയ്യ് പുറം തള്ളി അപ്പം നിർത്തണ ചെറിയപ്പോ. ഞാൻ വന്നപ്പോഴോട്ട് തള്ളൽ തുടങ്ങിയിരിക്കണ. അയ്യോ ആ ഉണ്ട്. മതി നമ്മള് നിർത്തുക. കൂടുതലായാലേ അപ്പൊ 3 മണിക്കൂറായിട്ട് പുറം തള്ളിയിട്ടില്ല. സെറ്റായോ? ഇത് ചെറിയപ്പോ എപ്പ തുടങ്ങിയാന്നറിയോ? ഞാനേലും ചുറ്റി ഒന്ന് തളിച്ചട്ടെ വെച്ചിട്ടാണ്. ചെമ്പടി വെള്ളം വെച്ചോ. ഫോണിലായിട്ട് 2 ചാനലിലായിട്ടുണ്ട്. ഒന്നില് കിട്ടാത്തോലും ഒന്നില് വെക്കുക, ഒന്നില് കിട്ടാത്തോലും ഒന്നില് വെക്കുക. സെറ്റായിട്ടോ. എന്റെ കച്ചൊക്കെ കജ്ജ വിളിച്ചല്ലേ. ഇതുമ്മ തട്ടണ്ടേ? ചൂടാത്തമ്മ അതവിടെ വെച്ചളി. ഇതൊക്കെ എത്രയും ഉണ്ടാക്കിയത് കഥ അറിയേണ്ടി വരും ലാസ്റ്റ്. അങ്ങനെ ഇടുകയാണ് നമ്മള്. പിന്നെ ഇത് എന്താണ് വെച്ചിട്ടാ ചില്ലറ സാധനമൊന്നല്ല. ചെറുള്ളി എന്നാ തടിയെന്നാവൂ. അതില്ല ഷിഫിനാക്കെ ചെറുള്ളി കൊടുത്തി അറിയണിയാ അന്നാകാന് നല്ലതാണ് ചെറുള്ളിയേ. നെയ്യ് വന്നുട്ടോ. അടിയിൽ നോക്കിയപ്പോ നെയ്യ് 3 നേരം ആ ചട്ടിയിൽ നെയ്യില്ലേ. ഇനിയിപ്പൊ നിങ്ങക്ക് കാണണ്ടാവും നെയ്യ്. അതാണോലോ അതിന്റെ ഒരു ഇത്. അതാണ് ആ ചെറിയ ചട്ടക്കന്റെ. അങ്ങനെ ഞങ്ങളിപ്പോ പോട്ടോ. ഈ ചോറൊക്കെ വേണ്ടി അരിക്ക ഞങ്ങൾക്ക് പെരീക്ക് പോകണം. ചട്ടിയില് ഫുള്ള് ലേഖയാണ്. എന്റെ ഫോണിൽ അല്ല കുട്ടി എനിക്ക് എന്റെ ലേഖ ഉണ്ടാക്കിയൊന്നും കാണണ്ടേ? സെറ്റ് സാധനടി. ഓൺലൈനിൽ കൂടി വാങ്ങാൻ കിട്ടുമല്ലോ. അങ്ങനെ അമ്മായിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അമ്മായി ഇതുണ്ടോ സാധനം കണ്ടത്? എന്റെ കച്ച് എന്റെ വകി ഈ ചട്ടകൊന്ന് പിടിച്ചാ കാണണ്ടല്ലേ? ചട്ടകോ കാണല്ലേ? എങ്ങനെ നമ്മള് അപ്പുറത്തൊന്നുമില്ലേ? ഇതിപ്പോ തന്നെ വെള്ളം പാരാൻ കൊടുക്കണത്. എല്ലാം പാരണ്ടതേക്ക് നെയ്യ് ഇതിലൊന്നും പാരണ്ട ഞാൻ. അപ്പൊ ആ നെയ്യ് ഒഴിവാക്ക. ഈ നെയ്യോ സ്പൂൺ ഇട്ടുവോ? സ്പൂണൊക്കെ ഇട്ടു. കുറച്ച് നെയ്യ് ഊറ്റിയെടുക്കുകയാണ്. ഞാൻ അതിന്റെ ഫല അതാണെങ്കിലും ഞാൻ അതിനോട് തടിച്ചാക്കുന്നത്. നിന്നൊരു കുപ്പി ഒരു കുപ്പി ചെറിയപ്പോ ഞാനൊക്കെ തിന്നണേ. ഉണ്ടാക്കി കൊടുത്തില്ല കരിഞ്ഞ കുറ്റായി കൊടുത്ത് ടേസ്റ്റ് നോക്കി ചെറിയപ്പോ നോക്ക്. അത്ര തോന്നാണ്ട കുറച്ച് മതി.
ചൂടും കേട്ടാ ഇനി വിട്ടാൻ വെച്ചാറല്ലേ എന്താ മതി ഇവിടെ സ്പൂൺ സ്പൂൺ അതാ സ്പൂൺ. അങ്ങനെ ചെറിയാപ്പൂനെ ഇവിടെ ടേസ്റ്റ് ഒക്കെ ആ കജ്ജ് പോലുള്ള അച്ചാറല്ലേ ആ നാരങ്ങച്ചാറ് വാങ്ങണത് വാങ്ങുക എന്നാ ഇതിൽ കിട്ടോ ഇതില് ഇതിന്റെ ഇതുണ്ട്. രസമുണ്ടോ? അതിന് പിന്നെ എന്ത് പൊയ്ക്കോളും. ടേസ്റ്റ് നോക്കിക്കോളി, നമ്മളൊക്കെ അധ്വാനിച്ചല്ലേ. ചെറിയപ്പോ ഞാനൊരു കൈ പിടിച്ചോണ്ടല്ലേ അല്ലേ എന്തിന്റെ ചോയെ? നെയ്യിന്റെ ആ പിന്നെന്താ, നെയ്യ് ഇടുമല്ലോ. വെളുത്തുള്ളിന്റെ വെളുത്തുള്ളി എന്തിനാ അറിയാമോ? നമുക്ക് ഗ്യാസ് കയറാതെക്കാനാ വെളുത്തുള്ളി ഇരുന്നത്. വേറെന്താ വേറൊന്നുമില്ല. വേറുണ്ട് ഉണ്ട് അതിനെ പറയാം. കായം ആ ആ അവിടെ വൈക്ക് എന്നാ അത് മറ്റേ ആയ്മോദകം ആയമോദകം അതിലോ അർത്ഥറി ഉലുവ ആ തന്നെ ഉലുവുണ്ട് അല്ലേ അതാണ് വേറെ പാരവത്തിന് ജീരകം ഇല്ല. ഇല്ല അതൊന്നുമില്ല. എന്നാ ഞാൻ അമ്മ കാരക്ക കാരക്ക ചെറിയുള്ളി. കാരക്ക ഉള്ളി ചെറുള്ളിന്റെ ചോയാണ്. പിന്നെ കമ്പം പൗഡർ. ഞാൻ അമ്മാനോട് ചോദിച്ചാണ് അമ്മ കറക്റ്റ് ലിസ്റ്റ് അറിയാം. അല്ല ഉമ്മാക്കറിയും. അങ്ങനെ നമ്മളെ ലേഹ്യം ഇവിടെ റെഡി ആയിക്കണേ. അത് തിന്നണ്ടേ കാരം കോരി. രസമുണ്ട്. ഒരു ചെറിയ കുപ്പിയൊക്കെ തരാ. ചെറുതല്ലേ വെളുത്തണം ഷിഫിയെ, എടി, ഈ രണ്ട് ചെമ്പ് അങ്ങോട്ട് കുടിച്ചണം. കൈക്കല കണ്ടോ? രസമുണ്ടല്ലേ ഇങ്ങനെ തിന്നോണ്ട് കാനെ. രാവിലെ ഒഴിച്ച് എന്റെ സമയപ്പോ എനിക്ക് പറ്റിയല്ലേ തിന്നാൻ വെള്ളം പാരാ. ഇജ്ജ് രാവിലെ കൊണ്ടുവച്ച് എപ്പോ പുതരാനാ? ആ രസമുണ്ട്. രാവിലെ ഇജ്ജ് ഒറ്റക്ക് കൊണ്ട് അവിടെ വെച്ചാരും കട്ടുണ്ടോ? കുറച്ചെടുത്ത് കേട്ടോ തിരാകരുത്. ചെറിയ കച്ചച്ചില്ലേ നെയ്യാണ് രാവിലെ കൊണ്ടുപോയി വെള്ളം പാർന്നിടുക. ഏതായാലും വൈകുന്നേരം കൊണ്ടേക്കോളൂ. നാളെ രാവിലെ ഒന്നും കജ്ജി മുറ കജൂല, വൈകുന്നേരം കൊണ്ടേക്കോളൂ. ഇതാരതാ വാടകക്ക്. അതെ, രാവിലെ വെച്ച് കജൂ. അതാണ് വേഗം ആയത്. അല്ലെങ്കിൽ ആവില്ലേ ഇതാർ കൊണ്ടുവന്നേ കളയാക്ക. എന്നിട്ട് ഓനോടെ ഒരു കല്ലുണ്ട് അവക്കണക്കാ. രസമുണ്ട്. അത് നമ്മക്ക് ആണ് അറിയാം. ചൂടോടെ തിന്നോണ്ടാ. ഇപ്പാക്ക് മൂത്രം വെച്ചോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ലേഹം ഉണ്ടാക്കിയില്ലേ. ഇനി പരിപാടിയും കാര്യമൊക്കെ കഴിഞ്ഞ് അമ്മായി കൊറേ എന്റെ കുട്ടിയൊക്കെ കണ്ടിട്ടല്ലേ സഹകരിച്ച മതി ആക്കിക്കോളി. അപ്പം ഇതാണ് നമ്മളെ ലേഹം കേട്ടോ. അപ്പം ഉണ്ടാക്കണം എന്നില്ലോലും ഈ വീഡിയോ ഒക്കെ കണ്ടുണ്ടാക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. അപ്പൊ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. കൊഴങ്ങിക്കണ്. ചെറിയ പോ മാറ്റി പോവാ. അസ്സലാമു അലൈക്കും.